ഇന്ന് എൻ്റെ ഇപ്പോൾ ഉള്ളത് ശീതൾ വിനോദാണ്. ഹായ് ശീതൾ. ഹായ്. ശീതൾ ഏതാണ് യൂണിവേഴ്സിറ്റി, ഏതാണ് കോഴ്സ്? ഞാൻ WSA യൂണിവേഴ്സിറ്റി വാർസോയിൽ ആൻഡ് BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് വീക്ക്ലി ലൈക്ക് അറൌണ്ട് 3-4 ഡേയ്സ് ക്ലാസ്. പിന്നെ ഇപ്പൊ സെമ്മ് മാറിയപ്പോൾ ക്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് ആണ്. നമുക്ക് വർക്കും ക്ലാസ്സും എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്കെഡ്യൂളാണ് നമുക്ക് യൂണിവേഴ്സിറ്റി. മന്ത്ലി എത്ര ദിവസം ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് കാണുമായിരിക്കും? ആക്ച്വലി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സെമസ്റ്റർ മാറുമ്പോൾ ഡ്യൂട്ടീസ് കൂടി വരും. ഇപ്പൊ കറന്റ് എനിക്ക് എല്ലാ മന്തും ഉണ്ട് അറൌണ്ട് ഒരു 2 വീക്സ് ഒക്കെ എന്തായാലും ഹോസ്പിറ്റൽ ഡ്യൂട്ടി നമുക്ക് കാണും. ശീതൾ ഇവിടെ പോളണ്ടിൽ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആവുന്നു പോളണ്ടിൽ വന്നിട്ട്. ലാസ്റ്റ് 2023 ഓഗസ്റ്റിലാണ് ഞാനിവിടെ വന്നത്. ഈ 2 ഇയേഴ്സ് കൊണ്ട് ശീതളിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടായത് ലൈഫിൽ? 2 ഇയേഴ്സ് കൊണ്ടെന്ന് പറയുമ്പം നാട്ടിൽ വെച്ച് ഞാൻ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആക്കിയപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ടൈം തൊട്ടേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണേലും ഒരു കംഫർട്ട് സോണിന് വെളിയിൽ വരികയാണേലും എന്ത് വന്നാലും അത് സർവൈവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഡെവലപ്പ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് 2 ഇയേഴ്സ്. വേറെ കൺട്രി ചൂസ് ചെയ്യാതെ പോളണ്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ആക്ച്വലി ഞാൻ എബ്രോഡ് സ്റ്റഡീസ് നോക്കിയ ടൈമിൽ കാനഡ, UK എല്ലാം എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും അഫോർഡബിൾ ആയ ഒരു ട്യൂഷൻ ഫീസ് എമൗണ്ട് ഒക്കെ വരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രോഡ് ഏഞ്ചൽസിനെ കോൺടാക്ട് ചെയ്യുന്നതും അവർ പോളണ്ട് സജസ്റ്റ് ചെയ്യുന്നതും. ഫസ്റ്റ് അത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, പുള്ളിക്കാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കിട്ടി. അങ്ങനെ നോക്കിയപ്പോൾ എക്സ്പെൻസും എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് പോളണ്ട് തോന്നി. പോരാത്തതിന് യൂറോപ്യൻ റീജിയനോ ആയതുകൊണ്ട് മുന്നോട്ടുള്ള സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണെങ്കിലും പ്രൊഫഷണലി നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഓക്കെ ആകും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പോളണ്ട് ചൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വർക്കും ക്ലാസ്സും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? വർക്കും ക്ലാസ്സും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ വന്ന സമയം തൊട്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ മോസ്റ്റ്ലി വർക്കെല്ലാം ഗാസ്ട്രോണമിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കെഡ്യൂള് ക്ലാസ്സിൻ്റെ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് വർക്ക് അവരാണെങ്കിലും നമുക്ക് ഇങ്ങോട്ടും ഷിഫ്റ്റ് ഇടുന്നത്. മോസ്റ്റ്ലി നമുക്കൊരു 2-3-4 ഡേയ്സ് ഒക്കെ ക്ലാസ് കാണത്തുള്ളൂ യൂണിവേഴ്സിറ്റിയിൽ. ഫുൾ ഡേ ക്ലാസ്സും ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഓൺലൈൻ ക്ലാസ്സസും ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്കും ക്ലാസ്സും നന്നായി മെയിൻറ്റെയിൻ പോകാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് കാരണം തന്നെ നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളും ഒന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ഇനി വരുന്ന സ്റ്റുഡൻസിന് ഏജൻസി സജസ്റ്റ് ചെയ്യുമോ? എബ്രോഡ് ഏഞ്ചൽസ് സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടേ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിനും എല്ലാ പേപ്പർ വർക്ക്സിനും എന്തൊക്കെ ചെയ്യണം, ഈവൻ ഞാൻ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നല്ല, ഞാനത് ചോദിച്ചിട്ടില്ല അവരോട്. എൻ്റെ എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ചെയ്യാനാണെങ്കിലും എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നതാണെങ്കിലും ഡയറക്റ്റ്ലി ഒരു കോൺടാക്റ്റ് ഇല്ലെങ്കിലും എനിക്കന്ന് ഫോൺ ത്രൂ ആയിരുന്നു ഞാൻ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഏത് ടൈം വിളിച്ചാലും എന്തൊക്കെ ചോദിച്ചാലും അതിന് ആപ്റ്റായിട്ടുള്ളൊരു ആൻസർ എബ്രോഡ് ഏഞ്ചൽസ് മെയിൻലി ജിൻസേട്ടനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ അപ്രോച്ച് ചെയ്ത ആള്. ടിൽ നൗ എനിക്ക് ആ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ ശീതൾ,